ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. നിങ്ങളിതാ ഈ കാണുന്നത് ഹോണ്ട സിറ്റിയുടെ ഒരു ഡീസൽ എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിൻ്റെ പ്രശ്നം പൊതുവേ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഓയിൽ ലീക്കോ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അതുമായിട്ട് പ്രത്യേകിച്ച് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. അപ്പം ഈ ഒരു എഞ്ചിൻ്റെ പ്രശ്നം ഓയിൽ ലീക്കാണ്. അപ്പം ഓയിൽ ലീക്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു എഞ്ചിൻ നമ്മൾ ഇളക്കിയെടുത്ത് സകലമാന ഭാഗങ്ങളും ഇളക്കിയിട്ട്, അതായത് ഇതിൻ്റെ ടൈമിംഗ് കവർ ആയിക്കോട്ടെ, വാൾഡോർ ആയിക്കോട്ടെ, ഓയിൽ സീലുകളായിക്കോട്ടെ, ക്ലച്ചിൻ്റെ ഭാഗമായിക്കോട്ടെ, ക്രാങ്കേസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ ഭാഗങ്ങളും ഇളക്കി വൃത്തിയാക്കി റീബൗണ്ട് ചെയ്ത് റീസെറ്റ് ചെയ്ത് തിരിച്ച് കയറ്റി വെച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരിപാടി. അതിൽ വരുമ്പോഴത്തേക്ക് വരുന്ന വലിയൊരു ടെൻഷൻ പിടിച്ചാൽ ഈ കുഴ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ പ്രാന്തടിപ്പിക്കുന്നൊരു സാധനമുണ്ട്. ആ സാധനമാണ് ഇതിൻ്റെ ക്രാങ്കിൻ്റെ പുള്ളി ഇളക്കുക എന്നുള്ളത്. ഇപ്പോൾ ചിലർ ചോദിക്കും, ക്രാങ്കിൻ്റെ പുള്ളി ഇളക്കുക അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, അത്യാവശ്യം എളുപ്പമല്ലേ ക്രാങ്കിൻ്റെ പുള്ളി ഇളക്കുക എന്നുള്ളത്. പക്ഷേ നമ്മളെ പഴയ കാലത്തെ വാഹനങ്ങളിൽ ചെയ്യുന്ന കണക്ക് ക്രാങ്കിൻ്റെ പുള്ളിയിൽ സ്പാൻഡർ കയറ്റി വെച്ച് എവിടെ ലോക്ക് ചെയ്ത് വെച്ച് സെൽഫ് അടിച്ച് ലൂസാക്കുന്ന പരിപാടി അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ അടിച്ചിളക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇതിൽ നടക്കില്ല, ചെയ്യാൻ പറ്റില്ലെന്നോ അങ്ങനെ ചെയ്താൽ ലൂസ് ആകില്ല എന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൽ വരുന്ന വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു ബോൾട്ടുകളൊക്കെ, അതായത് ഈ ക്രാങ്കിൻ്റെ പുള്ളി ഉണ്ടോ, ഈ ക്രാങ്കിൻ്റെ പുള്ളിയിൽ വരുന്ന ഈ ബോൾട്ടുകളൊക്കെ എന്തെങ്കിലും കാരണവശാൽ ഓവർ ടൈറ്റോ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് ബാധിക്കാൻ പോകുന്നത് ക്രാങ്ക് ഷാഫ്റ്റിനെ ആയിരിക്കും. അങ്ങനെ ബാധിച്ചാൽ ഉറപ്പായിട്ടും എൻജിൻ മൊത്തത്തിൽ ഇളക്കി നമുക്ക് പണിയേണ്ട സാഹചര്യം വരും. അതായത് ഒരു 25,000 രൂപയുടെ അകത്ത് വരുന്നൊരു വർക്കിന് വന്ന വണ്ടി നമ്മളെ കയ്യിൽ നിന്ന് ബാക്കി പൈസയും കൂടി ഇട്ട് ക്രാങ്ക് ഷാഫ്റ്റും വാങ്ങിച്ച് ലെയ്ത്തി കൊടുത്ത് അതെല്ലാം കറക്റ്റ് ചെയ്ത് പോളിഷ് ചെയ്ത് പുതിയ വെയറിങ് കേട്ട് സെറ്റാക്കി അവസാനം ഒരു 19,000 കയ്യിൽ നിന്നും കൂടി ഇട്ട് പണിഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് വരും. ടെക്നിക്കൽ ടൂൾസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭാഗങ്ങളൊക്കെ ഇളക്കാൻ പറ്റുന്ന ടൂൾസുകളൊക്കെ അത്യാവശ്യം നല്ല വില കൊടുത്ത് നമ്മൾ വാങ്ങിച്ചു വെച്ച് ഉപയോഗിച്ചേ പറ്റൂ. അങ്ങനൊരു സാഹചര്യമാണ് നിലവിൽ ഇത്തരം എഞ്ചിനൊക്കെ പണിയുന്ന ആൾക്കാരുടെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക്. ഇപ്പം അത്രയും പൈസ ചിലവാക്കാതെ തന്നെ ആ ഒരു ടെക്നിക്കൽ ടൂൾസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ ടൈപ്പ് എഞ്ചിനിൽ 2 ടൈപ്പ് പുള്ളി വരുന്നുണ്ട്. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ അമേസിലൊക്കെ വരുന്നത് വെച്ചാൽ വേറൊരു ടൈപ്പ് പുള്ളിയാണ്. അപ്പോൾ ഇത്തരം എഞ്ചിനുകളൊക്കെ പണിയുന്നവർക്കൊക്കെ അല്ലെങ്കിൽ ഇത്തരം വർക്കുകളൊക്കെ പണിയുന്നവർക്കൊക്കെ 2 ടൂളുകൾ അത്യാവശ്യമായിട്ട് വേണം. കാര്യം വെച്ചാൽ അമേസ് പോലുള്ള ചില വാഹനങ്ങളിലൊക്കെ വേറൊരു ടൈപ്പ് പുള്ളിയായിരിക്കും വരുന്നത്. ഇതിലോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഈ ഭാഗത്തോട്ട് നോക്കിയേ, ഇതിൻ്റെ അകത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു നെറ്റിൻ്റെ പട്ടം പോലെ കമ്പനി നൽകിയിട്ടുണ്ട് കണ്ടോ. ഇത് വരുന്നത് 48 അല്ലെങ്കിൽ 49 ഒരു നെറ്റ് കയറി കിടക്കുന്ന പോലെയാണ്. അപ്പം ഇതിൽ എങ്ങനെ സിമ്പിളായിട്ട് ഒരു പുള്ളർ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനകത്തൊരു ലോക്ക് സിസ്റ്റം എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കേ, ഞാനിവിടെ ഒരു നെറ്റ് എൻ്റെ കയ്യിലിരിപ്പുണ്ടോ, വലിയ വണ്ടികൾക്കൊക്കെ വരുന്ന കണക്കുള്ള ഒരു നെറ്റ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഈ ഒരു നെറ്റ് സിമ്പിളായിട്ട് ഇത് 48-ൻ്റെയാണ്. ഞാൻ ഇതിൻ്റെ മുകളിൽ വേറെ പ്ലേറ്റ് പീസൊക്കെ വെച്ച് ചെറുതായിട്ടൊന്ന് വെൽഡ് ചെയ്ത് ഓൾട്ടർ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് നമ്മളുടെ സുഹൃത്ത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇളക്കുന്നത് എന്നൊക്കെ ഉള്ളത്. ചിലവർ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുള്ള 2 മാർഗ്ഗം. അതല്ല ഇപ്പം എഞ്ചിൻ ഇളക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വെച്ചാൽ അടുത്തൊന്ന് തന്നെ ഇപ്പോൾ ഈ കാണുന്ന ഫ്ലൈ വീലുണ്ടോ, ഫ്ലൈ വീലിൻ്റെ ഈ പല്ലുകളുണ്ട്, ടീത്തുകൾക്കിടയിൽ ഇത് കണക്ക് ബോക്സോ മറ്റോ ഒക്കെ അങ്ങോട്ട് ലോക്ക് ചെയ്ത് വെക്കും. ഇത് കണക്ക് ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ബോൾട്ട് സാധാരണ സ്പാനറിട്ട് ലൂസാക്കുന്നുണ്ടെങ്കിൽ ലൂസാക്കും. അപ്പം ഈ ഒരു ഭാഗത്ത് ലോഡ് കയറി ഇരിക്കുമ്പോഴത്തേക്ക് കറങ്ങത്തില്ല. ടൈറ്റ് വലുതായിട്ടില്ല എന്നുണ്ടെങ്കിൽ സേഫായിട്ട് ഇളക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഇതിൽ വരുന്ന ഒരു വലിയ റിസ്കിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹോണ്ടയുടെ ഡീസൽ എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് അത്ര കണ്ട് ഭയങ്കര ആരോഗ്യമുള്ളൊരു സാധനമൊന്നുമല്ല. അത് മാത്രമല്ല ഓയിൽ സപ്ലൈയുടെ ഭാഗമായിട്ട് അതിൽ ഹോൾ വരുന്നുണ്ട്, കണ്ടിന്യൂ ആയിട്ട് ഹോളുകൾ വരുന്നുണ്ട്. അത് അകത്ത് ചെറിയ രീതിയിലെങ്കിലും പൊള്ളയാണ് എന്നുള്ളത്, പൂർണ്ണമായിട്ട് പൊള്ളയല്ല, ഈ ഹോളുകളുടെ ചെറിയ ഹോളുകളുടെ പൊള്ള വരുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ടൈറ്റാണ് ബോൾട്ട് എന്നുണ്ടെങ്കിൽ, അതായത് ക്രാങ്കിൻ്റെ പുള്ളിയുടെ ബോൾട്ട് നല്ല രീതിയിൽ ടൈറ്റാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പാൻഡറോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ലോക്ക് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിന് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്, പൊട്ടലോ ചീറ്റലോ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഈ ഒരു നെറ്റിൻ്റെ ഉൾഭാഗം ലെയ്ത്തി കൊണ്ടുപോയിട്ട് ഈ ഒരു ബോൾട്ട് വരുന്നുണ്ടല്ലോ, ഈ ഒരു ക്രാങ്കിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന ബോൾട്ട് വരുന്നത് 19-ൻ്റെയാണ്. 19-ൻ്റെ ബോക്സ് ഫ്രീ ആയിട്ട് കയറുന്ന രീതിയിൽ ശ്രദ്ധിച്ച് നോക്കിക്കോ. അതായത് കണ്ടോ, 19-ൻ്റെ ബോക്സ് ഫ്രീ ആയിട്ട് കയറുന്ന രീതിയിൽ ഒരു വലിയ ഹോള് കടഞ്ഞ് സെറ്റ് ചെയ്യും. ആ ഹോള് ലെയ്ത്തി കൊടുത്ത് കടഞ്ഞ് സെറ്റ് ചെയ്യും. സംഭവം തീർന്നു, സിമ്പിൾ. നമ്മൾ ടെക്നിക്കൽ ടൂൾസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ സാധനമാണ്. ഇപ്പം പ്രത്യേകിച്ച് പൈസ ചിലവും കാര്യങ്ങളൊന്നുമില്ല. ഇത് ജസ്റ്റ് ഇതുപോലെ ഇതിനുള്ളിലേക്ക് നോക്കിക്കോ, ഇതുപോലെ ഇതിനുള്ളിലേക്ക് കയറ്റിയിടാം. കയറ്റിയിട്ട ശേഷം ഇതുപോലെ ഒരു പൈപ്പ് സ്പാൻഡർ എടുക്കുക. പൈപ്പ് സ്പാൻഡർ എടുത്ത് ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് കറക്റ്റ് കയറ്റി വെച്ച ശേഷം ഈ ഒരു 19-ൻ്റെ
ബോക്സ് എടുത്ത് അകത്തോട്ട് കയറ്റുക. ഒന്നുകിൽ ഗണ്ണ് വെച്ച് അടിക്കുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല, എന്നാലും പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നല്ല രീതിയിലൊരു ടീറാടോ മറ്റോ ഇട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. ഇതാകുമ്പോഴത്തേക്ക് തറയിൽ തട്ടി നല്ല രീതിയിലിരിക്കും, പുള്ളി കറങ്ങത്തില്ല, ഈ ഒരു ഭാഗത്തു നിന്ന് ലോക്കായിരിക്കും, ക്രാങ്കിന് ഡാമേജ് വരാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. അതായത് സാധ്യതയില്ലെന്ന് വെച്ചാൽ ക്രാങ്കിന് ഡാമേജ് ഇല്ലാതെ സിമ്പിളായിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ നമുക്ക് ചില സമയത്തൊക്കെ ഇത്തിരി വണ്ട ഉപയോഗിച്ചാൽ ഉണ്ടാക്കി വെക്കാൻ പറ്റുമേ. ഇനി അമേസിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഈ ടൈപ്പ് ലോക്ക് വരുന്നത് 68 സൈസിൻ്റെ ഒരു നെറ്റ് പോലെ ഈ കാണുന്ന പോലെയാണ് വരുന്നത്. അത് സെറ്റാക്കാനായിട്ട് നമ്മൾ വലിയൊരു ബോക്സ് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വെച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നോക്കുകയാണെങ്കിൽ ഇതിനകത്തോട്ട് നോക്കിയാൽ ഇതിൻ്റെ ഹോൾ കണ്ടോ, ഇതിൻ്റെ അകത്ത് വലിയൊരു ഹോൾ വരുന്നുണ്ട്. നമ്മൾ ആ ഒരു ക്രാങ്കിൻ്റെ പുള്ളിയുടെ ഭാഗത്തോട്ട് ഈ കാരണം വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇതിപ്പം ആ 35 സൈസ് നെട്ടാണെന്ന് വിചാരിച്ചു, ഇങ്ങനെ കയറ്റിയിടും. നമ്മളിങ്ങനെ കയറ്റിയിട്ടതിന് ശേഷം, കയറ്റിയിടുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു ബോട്ടിലോട്ട് ഇത് കണക്ക് 19 ആ ഒരു ബോക്സ് സെറ്റ് അല്ലെങ്കിൽ സോക്കറ്റ് സെറ്റ് കയറ്റിയിടും. ഒരു വലിയ ബോക്സ് കയറ്റിയിടുന്നതിന് മുമ്പ് ഇതേ കണക്ക് നമ്മളുടെ ഈ ഒരു പൈപ്പ് സ്പാൻഡർ സെറ്റ് ചെയ്ത് ആ ഒരു 35 നെറ്റിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് ലോക്ക് ചെയ്തിട്ട ശേഷം ഇത് കണക്കൊരു റാഡെടുത്ത് ബോക്സിലോട്ട് കയറ്റിയിട്ട് ഇതിൻ്റെ അകത്തൂടെ ഹോളിൽ കൂടെ സിമ്പിളായിട്ട് ഇത് കയറും. നമ്മൾ ഈ ഭാഗത്ത് ടീറാഡ് വെച്ച് ലൂസ് ചെയ്തിടും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതൊരു 1000-1200 രൂപയുടെ മുകളിൽ വില വരുന്നൊരു ബോക്സാണ്. അപ്പം നമുക്കിത് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരു രീതിയിൽ ഇളക്കപ്പം നിർത്തിയ ക്രാങ്കിൻ്റെ ടൈമിംഗ് കവർ ഓയിൽ സീലൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഇത്തരം പുള്ളികളൊക്കെ ഇളക്കിയാലേ പറ്റുള്ളൂ. നിർത്തി ഇളക്കുന്ന സമയത്തും ഇത്തരം ടൂളുകൾ നമ്മളതിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉപകാരപ്പെടും. ഇതെന്ന് വെച്ചാൽ നമ്മളൊരു സമയത്ത് പെട്ടുപോയപ്പോഴത്തേക്കും നമ്മൾ ഐഡിയയിൽ തോന്നി ഉണ്ടാക്കിയൊരു സംഭവമാണ്. ഒന്നുമില്ല, ഇത് നമുക്ക് വലിയൊരു ബോക്സ് വാങ്ങിക്കുക. ബോക്സ് വാങ്ങിച്ചതിന് ശേഷം ഇത് കണക്കിട്ട് കാത് പോലെ വെച്ച് വെൽഡ് ചെയ്തിട്ട് ആ ഒരു വലിയ പൈപ്പ് സ്പാനർ ഇതിലോട്ട് കയറ്റി ലോക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്. പിന്നെ കയറ്റിയിട്ട് വെറുതെ ലൂസ് ചെയ്താൽ സംഭവം ലൂസായിട്ട് വരും. അത്രയേ ഉള്ളൂ. വെറുതെ ഇട്ട് അടിച്ചും പിടിച്ചും സമയം കളയണ്ട. വെറുതെ ഓരോന്നും ചെയ്ത് സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഒരു 1500 അകത്ത് മാത്രമാണ് എനിക്ക് ഇത് മൊത്തത്തിൽ ചിലവ് വന്നേക്കുന്നത് ഈ ഒരു സാധനം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് ലോക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു പുള്ളർ സെറ്റപ്പ് ഇതിനകത്തിട്ടുണ്ട്. ആ ഒരു പൈപ്പ് സ്പാനർ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ലൂസ് ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണ്. ഒന്ന് പിടിച്ചാൽ ലൂസ് ചെയ്ത് നോക്കിയിട്ടവനെ. ഓക്കെ, അപ്പോൾ പുള്ളി നമ്മൾ സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പുള്ളി നമ്മൾ സിമ്പിളായിട്ട് ഊരിയെടുത്തിട്ടുണ്ട്. ആ ഒരു ബോക്സ് സെറ്റ് ഇതിനകത്ത് കിടക്കും. നമ്മൾ അങ്ങോട്ട് എടുത്തിടും, ബോക്സ് ഇടും, ലൂസാക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം ഇത് കണക്കുള്ള പുള്ളി വരുന്ന എഞ്ചിനാണെന്നുണ്ടെങ്കിൽ ഇത് കണക്കൊരു സിമ്പിളായിട്ട് സാധനം ഉണ്ടാക്കി വെച്ചാൽ മതി. അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അമേസ് പോലുള്ള ഇത്തരത്തിലുള്ള പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഇത് കണക്കൊരു ഐറ്റം വാങ്ങിച്ച് സെറ്റാക്കി വെച്ചത് ഒന്നുമില്ല. ഒരു 1500 അകത്തുള്ള ഇത് എത്ര രൂപയായിരുന്നു വാങ്ങിച്ചപ്പം? 1200 ഒരു 1500 അകത്തുള്ള ചിലവ് മാത്രമേ ഉള്ളൂ. പിന്നെ പൈപ്പ് സ്പാനർ ഒരുവിധപ്പെട്ട എല്ലാ വർക്ക്ഷോപ്പിലും കാണും. അല്ലെങ്കിൽ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ നിന്ന് തൽക്കാലം ഒന്ന് കടം വാങ്ങിച്ചാലും മതി. നിർത്തി ഇളക്കാനാണെങ്കിലും ഇത് കണക്ക് ഇളക്കാനാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കണ്ടോ? അപ്പം ഓവർ ടൈറ്റൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ബോൾട്ടൊക്കെ ടൈറ്റ് ആണെങ്കിൽ വലിച്ചു പറിച്ച് ഒഴിച്ചെടുത്ത് നശിപ്പിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ചൂടാക്കി ഒന്നും വേണ്ട, സിമ്പിളായിട്ട് കണക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.